കൊണ്ടുപോകുന്നത് അപ്സര കന്യകമാരായിരിക്കും എന്നർത്ഥം. അതിന്റെ സംസ്കൃത ഭാഗം ഇങ്ങനെയാണ്: യസ്യച്ഛതം ഗാത്രം ശരമുദ്ഗരയഷ്ടിഭി ദേവകന്യാസ്തു തം വീരം ഹരന്തി രമയന്തി ച. അമ്പുകളോ ഗദകളോ ഉപയോഗിച്ച് മുറിവേറ്റ് മരിച്ചു വീണ വീരന്മാരെ സുന്ദരികളായ അപ്സര സ്ത്രീകൾ സ്വയം പിടിച്ചെടുക്കുകയും ആനന്ദിക്കുകയും അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് മരിച്ച ആളുകൾക്ക് ഉടൻ ലഭിക്കുന്ന സ്വർഗീയ സുഖം. യുദ്ധക്കളത്തിൽ മരിച്ചു വീഴുന്ന യോദ്ധാക്കൾ സ്വർഗത്തിൽ എത്തുമ്പോഴേക്കും ഇവനെ എനിക്ക് വേണം, ഇവനെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ട് സുന്ദരികളായ സ്വർഗീയ വേശ്യകൾ സ്വീകരിക്കുന്ന രംഗം നമുക്ക് ഹിന്ദു ഗ്രന്ഥങ്ങളിൽ കാണാം. പരാശര സ്മൃതിയിൽ തന്നെ 3:35 നോക്കിയാൽ ഈ ഓഫർ കാണാം: ദേവാംഗന സഹസ്രാണി ശൂരമായോധനേ ഹതം ത്വരമാണ പ്രധാവന്തി മമ ഭർത്താ മമേതി ച. യുദ്ധത്തിൽ വീട് മരിച്ചാലാണ്, അതായത് സഹസ്രാണി ദേവാംഗനാഹ, ആയിരക്കണക്കിന് ദേവാംഗനകൾ, ശൂരം ആയോധനേ ഹതം, യുദ്ധത്തിൽ മരിച്ചു പോകുന്ന ശൂരന്മാരെ, ത്വരമാണാഹ ദേവാംഗനാഹ, ഈ വളരെ വേഗത്തിൽ ഓടിച്ചെന്നുകൊണ്ട്, പ്രധാവന്തി ഓടിച്ചെന്നുകൊണ്ട് അവർ വിളിച്ചു പറയുന്നു: മമ ഭർത്താ മമ ഇതി, ഇവൻ എൻ്റെ ഭർത്താവാണ്, ഇവനെ എനിക്ക് വേണം എന്ന് പറഞ്ഞ സുന്ദരിമാർ അവരെ പ്രാപിക്കുവാനായി ഓടി വരുന്ന രംഗമാണ് ഇതിനകത്ത് പറയുന്നത്. വളരെ നല്ലൊരു ഓഫർ ആണെന്ന് ചാർവാകന് തോന്നുന്നു. സെമറ്റിക് മതങ്ങളൊന്നും നൽകാത്ത ഒരു ഓഫറാണ് ഇത്. അതായത് യുദ്ധം ചെയ്താൽ എങ്ങനെ നോക്കിയാലും ലാഭമാണ് എന്ന് ഉറപ്പ് നൽകുകയാണ് പരാശര സ്മൃതി. യുദ്ധത്തിൽ ജയിച്ചാൽ സമ്പത്ത്, മരിച്ചാൽ സ്വർഗത്തിൽ സുന്ദരികളെ കിട്ടുകയും ചെയ്യും. ഇത് ഓഫർ നൽകുന്നതും അതേ സ്മൃതിയിൽ തന്നെ 3:37 ജിതേന ലഭ്യതേ ലക്ഷ്മി മൃതേനാഭി സുരാംഗന ക്ഷണധ്വംസിനികായേ അസ്മിൻ കാ ചിന്ത മരണേരണേ. നോക്കൂ എത്ര വിദഗ്ധമായിട്ടാണ് പ്രലോഭിപ്പിക്കുന്നതെന്ന്. ജിതേന ലഭ്യതേ ലക്ഷ്മി, ജയിച്ചാൽ ഐശ്വര്യം ലഭിക്കും, രാജ്യം ഭരിക്കാം, അധികാരം കിട്ടും. മൃതേനാഭി സുരാംഗന, മരിച്ചാൽ സ്വർഗീയ കന്യകളെ, അപ്സരസുകളെ, ഹൂറിമാരെ കിട്ടുകയും ചെയ്യും. ക്ഷണധ്വംസിനികായേ അസ്മിൻ കാചിന്താ മരണേയണേ, ഈ ലോകത്തുള്ള ജീവിതം ഒരു നിമിഷം കൊണ്ട് നശിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ജീവിതം നശ്വരമാണ്. അതിനാൽ യുദ്ധക്കളത്തിൽ വെച്ച് മരണത്തെ നേരിടാൻ പിന്നെ എന്തിന് നമ്മൾ ലജ്ജിക്കണം, എന്തിന് മടി കാണിക്കണം? യുദ്ധം ചെയ്യുക, ചെയ്താൽ നിനക്ക് ഗുണം, മരിച്ചാൽ സ്വർഗം, അപ്സര കന്യകകൾ നിറഞ്ഞ സ്വർഗം. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനന് നൽകുന്ന അതേ ഉപദേശം തന്നെയാണ്. ജയിച്ചാൽ നിനക്ക് ഈ രാജ്യശ്രീ ലഭിക്കും, മരിച്ചാൽ നിനക്ക് ക്ഷത്രിയന്റെ പോലെ സ്വർഗം പ്രാപിക്കാം എന്ന കൃഷ്ണനും ഭഗവത്ഗീതയിൽ അർജുനന് ഓഫർ നൽകുന്നുണ്ട്. ഈ ഓഫർ തന്നെയാണ് എല്ലാ മതങ്ങളും എല്ലാ ഗ്രന്ഥങ്ങളിലും വിശ്വാസികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം ചെയ്യാൻ ആരും മടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് സ്വർഗത്തിൽ അതിസുന്ദരികളായ ഹൂറികളെ കിട്ടുമല്ലോ, പിന്നെ എന്തിന് യുദ്ധം ചെയ്യാൻ മടിക്കണം? ഇങ്ങനെ യുദ്ധം ചെയ്യാനുള്ള ആവേശം സുന്ദരിമാരെ കാണിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് വെക്കുകയാണ് ഈ ഹിന്ദുമത ഗ്രന്ഥങ്ങൾ. അള്ളാഹുവിന് വേണ്ടിയും ദൈവത്തിനു വേണ്ടിയുമെല്ലാം ജീവൻ ത്യജിച്ചാൽ സ്വർഗത്തിൽ ഹൂറികളെ കിട്ടുമെന്ന വാഗ്ദാനത്തിൽ നിന്നും ഒട്ടും മോശമല്ല ഈ ഹിന്ദുമത ഗ്രന്ഥങ്ങൾ നൽകുന്ന വാഗ്ദാനവും. പ്രസിദ്ധമായൊരു ഗ്രന്ഥമാണല്ലോ മഹാഭാരതം. മഹാഭാരതത്തിൽ ഈ ഹൂറികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. മഹാഭാരതത്തിന്റെ 12:98 44 45 ശ്ലോകം പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. ശ്ലോകം ഇതാണ്: നഹ്യേനം നോദകം തസ്യെന്ന സ്നാനം നാപ്യ അശൗചകം ഹതസ്യ കർത്തുമിച്ഛന്തി തസ്യ ലോകാൻ ശൃണ്വമേ വരാപ്സര സഹസ്രാണി ശൂരമായോധനേഹതം ത്വരമാണാഹി ധാവന്തി മമ ഭർത്താ ഭവേദിതി. ഇത്
പരാശര സ്മൃതിയിലെ അതേ വരികളെ ഒരല്പം മാറ്റം വരുത്തിയാണ് മഹാഭാരതത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? ആയിരക്കണക്കിന് വരുന്ന അപ്സരസുകളിൽ അഗ്രഗണ്യന്മാരായവർ കൊല്ലപ്പെട്ട വീരന്റെ ആത്മാവിനെ സ്വീകരിക്കുന്നതിനായി തങ്ങളുടെ നാഥനെ മോഹിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ പുറപ്പെടുന്നു എന്നാണ് മഹാഭാരതം പറയുന്നത്. ഹതസ്യ കർത്തുമിച്ഛന്തി തസ്യ ലോകാൻ ശൃണുഷ്മേ. കേട്ടാലും മരിക്കുന്നവരുടെ അവസ്ഥ എന്താണെന്ന്. വരാപ്സര സഹസ്രാണി, ആയിരക്കണക്കിന് ശ്രേഷ്ഠങ്ങളായ അപ്സര കന്യകമാർ. ശൂരം ആയോധനേ ഹതം, ഈ ആയോധനത്തിൽ മരിക്കുന്ന ശൂരന്മാരെ പ്രാപിക്കുന്നു എന്നാണ് മഹാഭാരതവും പറയുന്നത്. ഇത് ഭീഷ്മർ യുധിഷ്ഠിരനോട് പറയുന്ന ഭാഗമാണ്. യുദ്ധക്കളത്തിൽ മരിച്ചു വീഴുന്ന വീരന്മാരുടെ ആത്മാക്കൾ സ്വർഗത്തിലെത്തുമ്പോൾ ആയിരക്കണക്കിന് അപ്സരസുകൾ എന്റെ പുരുഷൻ ഇതാ എത്തിപ്പോയി എന്ന് പറഞ്ഞ് വേഗത്തിൽ ഓടിച്ചെന്ന് സ്വീകരിക്കുന്ന അപ്സരസുകളുടെ കാര്യം മഹാഭാരതത്തിൽ യുധിഷ്ഠിർ